Okay. Analyze the frame using stiffness matrix method EI constant. ഇപ്പൊ നമുക്ക് സ്വേ വരുന്ന ഒരു ഫ്രെയിം ആണ് ക്വസ്റ്റിൽ തന്നിരിക്കുന്നത്. സ്വേ വരുന്നുള്ളത് നമുക്ക് എങ്ങനെ മനസ്സിലായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൊറിസോണ്ടലി ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട് അല്ലെ, ഹൊറിസോണ്ടലി 60 കിലോ ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നുണ്ട് ഈ ഫ്രെയിമിന്റെ അകത്ത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്കറിയാം അവിടെ സ്വേ വരും, സൈഡ് വേസ് ഈ ഒരു ഫ്രെയിം മൂവ് ചെയ്യും, അല്ലെങ്കിൽ സൈഡ് വേസ് ഇതുപോലെ ഡിഫ്ലക്ട് ആവും. ഓക്കെ, അതായത് ഇതിന്റെ ബി എന്ന് പറയുന്ന പൊസിഷൻ ബി ഡാഷിലേക്കും സി എന്ന് പറയുന്ന പൊസിഷൻ അത് സി ഡാഷിലേക്ക് ചേഞ്ച് ആവും. ഓക്കെ, ഒരു സ്വേ, ഒരു ഡെൽറ്റ വാല്യൂ ചേഞ്ച് വരും. സ്വേ വരുന്ന കേസാണ്, കാരണം ഹൊറിസോണ്ടലി ഒരു ലോഡ് വരുന്നുണ്ട്. ഓക്കെ, സ്വേ വരുന്ന കേസുകൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഇതുപോലെ സ്വേ വരുന്ന ഒരു ഫ്രെയിം കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ്. സ്വേ ഇല്ലാത്ത ഫ്രെയിം എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് അതിൽ ഭൂരിഭാഗവും ചെയ്യുന്നത്. ഡിസ്പ്ലേസ്മെന്റ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് നമ്മൾ കണ്ടുപിടിക്കുന്ന സമയത്താണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ചേഞ്ച് അവിടെ വരുന്നത്. ഓക്കെ, മെയിൻ ആയിട്ടുള്ള ഒരു ചേഞ്ച് വരുന്നത്. അപ്പൊ ഇതില് ഫസ്റ്റ് സ്റ്റെപ്പ് ഡിസ്ക്രീറ്റൈസ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ നമുക്കറിയാം ഇതിൽ 3 മെമ്പേഴ്സ് ആണ്, എ ബി ബി സി സി ഡി. ഓക്കെ, അത് മൂന്നും സ്പ്ലിറ്റ് ചെയ്ത് എഴുതി, എ ബി അതുപോലെ ബി സി ആൻഡ് സി ഡി എഴുതി. അതിനെ 1 2 3 നമ്പർ ചെയ്തു, എലമെന്റ് നമ്പർ 1, എലമെന്റ് നമ്പർ 2 ആൻഡ് എലമെന്റ് നമ്പർ 3. അതില് ഇന്റേണൽ കോർഡിനേറ്റ്സ് മാർക്ക് ചെയ്തു. ഓക്കെ, എല്ലാം ക്ലോക്ക് വൈസിൽ 1 2, ബി സിയിൽ 3 4 ആൻഡ് സി ഡിയിൽ 5 6. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, സെക്കൻഡ് സ്റ്റെപ്പ് കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇതിൽ കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ എ എന്ന് പറയുന്ന സപ്പോർട്ടിൽ യാതൊരുവിധ മൂവ്മെന്റും അലോ ചെയ്യില്ല. ഓക്കെ, അവിടെ ഒരു മൂവ്മെന്റും ഇല്ല, അപ്പൊ 0 ആണ്. ഓക്കെ, കെ ഐ കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി. ഡിയിലും യാതൊരുവിധ മൂവ്മെന്റും അലോ ചെയ്യില്ല, കാരണം ഫിക്സ്ഡ് എൻഡ് ആണ്. എന്നാൽ ഇവിടെ ബി എന്ന് പറയുന്ന ജോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് അല്ലെ, ഇവിടെ ഹൊറിസോണ്ടൽ ലോഡ് ഉള്ളത് കൊണ്ട് ഇവിടെ സ്വേ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഹൊറിസോണ്ടലി ഒരു ട്രാൻസ്ലേഷൻ അവിടെ വരും. ഓക്കെ, പിന്നെ ബി എന്ന് പറയുന്ന സപ്പോർട്ടിൽ അല്ലെങ്കിൽ ബി എന്ന് പറയുന്ന ജോയിന്റിൽ ഒരു റൊട്ടേഷൻ വരും. ഓക്കെ, അപ്പോൾ ഒരു ഹൊറിസോണ്ടൽ ട്രാൻസ്ലേഷൻ റൊട്ടേഷൻ, പിന്നെ സിയില് ഒരു റൊട്ടേഷനും കൂടെ വരും. ഓക്കെ, ഹൊറിസോണ്ടൽ ട്രാൻസ്ലേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, ഒരെണ്ണം എടുത്താൽ മതി അല്ലെ, ഒരെണ്ണം എടുത്താൽ മതി ഹൊറിസോണ്ടൽ ട്രാൻസ്ലേഷൻ, കാരണം രണ്ടിടത്തും ഡിഫ്ലക്ട് ആവുന്നത് ഒരുപോലെ തന്നെയാണ്. അപ്പൊ നമ്മൾ ഹൊറിസോണ്ടൽ ട്രാൻസ്ലേഷൻ നമ്മൾ ഫ്രെയിമിൽ ഒന്നേ എടുക്കാറുള്ളൂ, ബാക്കി രണ്ടിടത്ത് റൊട്ടേഷൻ വരും. അപ്പൊ ടോട്ടൽ കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി എന്ന് പറയുന്ന 3 ആണ്. ഓക്കെ, അപ്പോൾ കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി 3 ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ തീറ്റ ബി അല്ലെ, അതായത് ഇവിടെ തീറ്റ ബി എന്ന് പറയുന്ന ഡിഫ്ലക്ഷൻ ഈ ഒരു ഫ്രെയിമിൽ വരും, അതായത് റൊട്ടേഷൻ വരും. അതുപോലെ തീറ്റ സി. ഓക്കെ, ഇവിടെ കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി സി എന്ന് പറയുന്ന പോയിന്റില് റൊട്ടേഷൻ അലോ ആയതുകൊണ്ട്, അലോ ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടെ തീറ്റ സി എന്ന് പറയുന്ന ഒരു ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു റൊട്ടേഷൻ അവിടെ വരും. ആൻഡ് സ്വേ ഡ്യൂ ടു ഹൊറിസോണ്ടൽ ലോഡ്, ഹൊറിസോണ്ടൽ ലോഡ് കാരണം ഒരു സ്വേ. ഓക്കെ, അതായത് ഹൊറിസോണ്ടൽ ട്രാൻസ്ലേഷൻ ഇത് അലോ ചെയ്യും, അപ്പോൾ സ്വേ അല്ലെങ്കിൽ ഒരു ഡെൽറ്റ വാല്യൂ ഇവിടെ വരും. അപ്പൊ 3 മൂവ്മെന്റ്സ് ഇവിടെ അലോ ചെയ്യും, അല്ലെങ്കിൽ 3 ഡിസ്പ്ലേസ്മെന്റ്സ് ഇവിടെ അലോ ചെയ്യും, തീറ്റ ബി തീറ്റ സി ആൻഡ് സ്വേ ഡ്യൂ ടു ഹൊറിസോണ്ടൽ ലോഡ്. ഓക്കെ, കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി എന്ന് പറയുന്ന 3 ആണ്. അപ്പൊ ഞാൻ കോർഡിനേറ്റ്സ് ഇവിടെ മാർക്ക് ചെയ്തു. ഇതിന് അലോങ് ആയിട്ടാണ് കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി ഉള്ളത്, R1 R2 R3. ഒക്കെ 3 കോർഡിനേറ്റ്സ് മാർക്ക് ചെയ്തു. അപ്പൊ സ്റ്റെപ്പ് നമ്പർ 2 എന്ന് പറയുന്നത് കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി കണ്ടുപിടിക്കുന്നതായിരുന്നു. ഓക്കെ, ഇനി സ്റ്റെപ്പ് നമ്പർ 3 എന്ന് പറയുന്നത് ഇതിൽ ഫിക്സ്ഡ് എൻഡ് മൊമെന്റിന്റെ മെട്രിക്സ് കാൽക്കുലേറ്റ് ചെയ്യണം, ലോഡ് മെട്രിക്സും കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് ഇതിന്റെ ആ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്ന ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് ഇക്വലന്റ് ജോയിന്റ് ലോഡ് അനാലിസിസ് സ്ട്രക്ചർ ആൻഡ് ലോഡ് മെട്രിക്സ്. അപ്പം ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് നമുക്കറിയാം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോന്നിന്റെ ഇക്വേഷൻസ് നമുക്കറിയാം. ഇപ്പൊ എ ബി എന്ന് പറയുന്ന സ്പാൻ എടുക്കുവാണെങ്കിൽ ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് എന്ന് പറയുന്നത് മൈനസ് എം എഫ് എ ബി വരുന്നത് മൈനസ് ഡബ്ല്യു എൽ ബൈ 8 ആണ്. കാരണം പോയിന്റ് ലോഡാണ്, സെൻട്രലാണ്. അതുപോലെ എം എഫ് ബി എന്ന് പറയുന്നത് പ്ലസ് ഡബ്ല്യു എൽ ബൈ 8 ആയിരിക്കും. അതുപോലെ എം എഫ് ബി സി എന്ന് പറയുന്നത് ഫുൾ സ്പാനിൽ യു ഡി എൽ ആയതുകൊണ്ട് എം എഫ് ബി സി മൈനസ് ഡബ്ല്യു എൽ സ്ക്വയർ ബൈ 12 ആയിരിക്കും. ആൻഡ് എം എഫ് സി ബി എന്ന് പറയുന്നത് എം എഫ് ബി സി മൈനസ് ഡബ്ല്യു എൽ സ്ക്വയർ ബൈ 12, എം എഫ് സി ബി എന്ന് പറയുന്ന പ്ലസ് ഡബ്ല്യു എൽ സ്ക്വയർ ബൈ 12 ആണ്. അതുപോലെ എം എഫ് സി ഡി ആൻഡ് എം എഫ് ഡി സി സ്പാനിൽ ലോഡുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് ദാറ്റ് വിൽ ബി ഈക്വൽ ടു 0. ഓക്കെ, അപ്പൊ ഇവിടെ മൈനസ് ഡബ്ല്യു എൽ ബൈ 8 എം എഫ് എ ബി ചെയ്യുമ്പോൾ 45 കിട്ടും, മൈനസ് 45, എം എഫ് ബി എ പ്ലസ് 45, എം എഫ് ബി സി 90 കിലോ ന്യൂട്ടൺ മീറ്റർ. വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ലോഡ് യു ഡി എല്ലിന്റെ ലോഡാണ്, ദാറ്റ് ഈസ് 30, എൽ 6 ആണ്, ഡിവൈഡ് ബൈ ഡബ്ല്യു എൽ സ്ക്വയർ ഡിവൈഡ് ബൈ 12. Okay, 90, MFCB plus 90,
MFCD and MFBC 0. അപ്പോൾ ഫിക്സ്ഡ് എൻഡ് മൊമെന്റിന്റെ മെട്രിക്സ് എന്ന് പറയുന്നത് -45 + 45 -90 + 90 and 0 0. അപ്പോൾ ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് നമ്മൾ കണ്ടുപിടിച്ചു. ഇക്വലന്റ് ജോയിന്റ് ലോഡിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇക്വലന്റ് ജോയിന്റ് ലോഡിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് റിസ്ട്രെയിൻഡ് സ്ട്രക്ചർ വരച്ചു. അപ്പോൾ റിസ്ട്രെയിൻഡ് സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ ഇതിൽ സ്വേ വരുന്നത് കൊണ്ട് നമ്മളിവിടെയുള്ള ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ലോഡിന്റെ റിയാക്ഷനും കൂടെ നമ്മളിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ 60 kN ഉണ്ടെങ്കിൽ ഇത് കറക്റ്റ് സെൻട്രൽ ആയതുകൊണ്ട് റിയാക്ഷൻ വരുന്നത് 30 kN ആൻഡ് 30 kN ഈ രീതിയിലായിരിക്കും. അപ്പൊ അതും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം, കാരണം സ്വേ വരുന്നത് കൊണ്ട്. അപ്പോൾ റിസ്ട്രെയിൻഡ് സ്ട്രക്ചർ ഞാൻ വരയ്ക്കുമ്പോൾ ഇവിടെ മൊമെന്റ് ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് 45 45. ഇവിടെ എ എന്ന് പറയുന്ന എൻഡിൽ ഇതിപ്പോ AB BC ആൻഡ് CD ആണെങ്കിൽ AB പോർഷനിൽ -45 ആണ്. അപ്പൊ ആന്റി ക്ലോക്ക് വൈസിൽ 45 കാണിച്ചു. MFBC 45 പ്ലസിലാണ്, അപ്പൊ ക്ലോക്ക് വൈസിൽ കാണിച്ചു. അതുപോലെ 30 kN റിയാക്ഷൻ അല്ലെ. ഇപ്പൊ നമുക്ക് 60 kN ടുവേർഡ്സ് റൈറ്റ് ആണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ റിയാക്ഷൻ വിൽ ബി ടുവേർഡ്സ് ലെഫ്റ്റ് അല്ലെ. റിയാക്ഷൻ ടുവേർഡ്സ് ലെഫ്റ്റ് ആയിരിക്കും. ഇപ്പൊ 60ന്റെ നേർ ഹാഫ് ആണ് 30 30 ഈ രണ്ടെണ്ടിലും വരുന്നത്. അതേപോലെ BC സ്പാനിൽ UDL ആണ്. UDLന്റെ മാഗ്നിറ്റ്യൂഡ് 30 × 6 ദാറ്റ് ഈസ് 180 ആണ്. ഇവിടെ 90 വെർട്ടിക്കൽ റിയാക്ഷൻ വരുന്നുണ്ട്. പക്ഷെ അത് കാണിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നിർബന്ധമില്ല. കാരണം ഇത് എന്തായാലും റിസ്ട്രെയിൻഡ് ആയി പോകുന്നതാണ്. അപ്പൊ അത് എടുക്കണം നിർബന്ധമില്ല. ഓക്കെ, ഇവിടെ 90 kN ആന്റി ക്ലോക്ക് വൈസ് ആൻഡ് 90 kN ക്ലോക്ക് വൈസ് കാണിച്ചു. ഇവിടെ രണ്ട് സ്ഥലത്തും 0 0. ഇതാണ് റിസ്ട്രെയിൻഡ് സ്ട്രക്ചർ. ഇനി ഇക്വലന്റ് ജോയിന്റ് ലോഡ് ആക്കുക എന്ന് പറയുമ്പോൾ ഇതിനെ ജസ്റ്റ് നമ്മൾ റിവേഴ്സ് ചെയ്യാം അല്ലെ. അതായത് ആന്റി ക്ലോക്ക് വൈസ് ഉള്ള മൊമെന്റിനെ ക്ലോക്ക് വൈസ് ആയിട്ടും ക്ലോക്ക് വൈസ് ഉള്ള മൊമെന്റിനെ ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടും റിവേഴ്സ് ചെയ്യാം. ഇപ്പം ഇവിടെ 45 kN ആന്റി ക്ലോക്ക് വൈസ് ആണ്, അത് ക്ലോക്ക് വൈസ് ആക്കി. അതേപോലെ ഇവിടെ ഉള്ള ക്ലോക്ക് വൈസ് മൊമെന്റ് ആന്റി ക്ലോക്ക് വൈസ് ആക്കി. അതേപോലെ ടുവേർഡ്സ് ലെഫ്റ്റ് ആക്ട് ചെയ്തുകൊണ്ടിരുന്ന 30 kN ലോഡ് ടുവേർഡ്സ് ലെഫ്റ്റ് ആക്കി. അതുപോലെ മൊമെന്റ്സ് ഇവിടെയുള്ള 90 kN ക്ലോക്ക് വൈസ് ആന്റി ക്ലോക്ക് വൈസ് ആൻഡ് ആന്റി ക്ലോക്ക് വൈസ് ആക്കി. ലോഡ് താഴോട്ടും കൊടുത്തു, നിർബന്ധമില്ല ലോഡ് കൊടുക്കണം എന്നുള്ളത്. ഓക്കെ, ഇനി അടുത്ത അനാലിസിസ് സ്ട്രക്ചർ. ഇത് കമ്പൈൻ ചെയ്യും, കമ്പൈൻ ചെയ്തിട്ട് അനാലിസിസ് സ്ട്രക്ചർ ഫോം ചെയ്യും. കമ്പൈൻ ചെയ്യുന്ന സമയത്ത് ഈ രീതിയിലായിരിക്കും വരിക. ഇത് A B C ആൻഡ് D. അപ്പൊ എയിലുള്ള മൊമെന്റ് നോക്കിക്കോളൂ, 45 ഉണ്ട്. 45 ദാറ്റ് ഈസ് ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അതുപോലെ 30 kN ടുവേർഡ്സ് റൈറ്റ്. അതുപോലെ ഇവിടെ ക്ലോക്ക് വൈസ് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ 45 kN ആൻഡ് 30 kN ടുവേർഡ്സ് റൈറ്റ്. അതുപോലെ ഇവിടെ 90 kN ക്ലോക്ക് വൈസിൽ, ഇവിടെ ആന്റി ക്ലോക്ക് വൈസിൽ 90 kN. ഈ രീതിയിലാണ് വരുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ എടുക്കുമ്പോൾ ജോയിന്റിൽ, കോമൺ ജോയിന്റിൽ എടുക്കുമ്പോൾ നമുക്ക് ആഡ് ചെയ്തിട്ട് എടുക്കാം. അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 90 kN ബി എന്ന് പറയുന്ന ജോയിന്റില് ക്ലോക്ക് വൈസും ഉണ്ട്, 45 ആന്റി ക്ലോക്ക് വൈസിലും ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതിൽ വലുത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലുള്ള 90 ആണ്. അപ്പൊ 90 രണ്ടും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ 90 kN 45 മൈനസ് ചെയ്യണം. അപ്പൊ 90 - 45 45 ആണ് വരുന്നത്. അതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ തന്നെയായിരിക്കും. ദാറ്റ് ഈസ് 45 kN ആയിരിക്കും ബി എന്ന് പറയുന്ന സപ്പോർട്ടിൽ വരുന്ന ടോട്ടൽ മൊമെന്റ് എന്ന് പറയുന്നത് കമ്പൈൻ ചെയ്യുന്ന സമയത്ത്. ഓക്കെ, ഇതാണ് കമ്പൈൻഡ് ജോയിന്റ് ലോഡിൽ വരിക 30 kN 45. അതുപോലെ ഇവിടെ 30 kN ലോഡ് വരും. അതുപോലെ ഇവിടെ 90 kN 45 കൂടെ. ഓക്കെ, അതിന്റെ നെറ്റ് വാല്യൂ അതായത് 90 kN ക്ലോക്ക് വൈസ് ആണ്, 45 ആന്റി ക്ലോക്ക് വൈസ് ആണ്. അപ്പൊ 90 45 കുറച്ചിട്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഇവിടെ കൊടുക്കുക. 90 kN മൊമെന്റ് സിയിൽ വരും. ഈ രീതിയിലാണ്. ഇനി നമ്മൾ ഇതിനെ റിസ്ട്രെയിൻഡ് ആയി പോകുന്നത് ഒഴിവാക്കാം. അതായത് അനാലിസിസ് സ്ട്രക്ചർ വരുമ്പോൾ 30 kN ഒഴിവായി പോകും, കാരണം ഇത് ഫിക്സ്ഡ് എൻഡ് ആണ്. 45 നമ്മൾ കൺസിഡർ ചെയ്യേണ്ട, കാരണം ഫിക്സ്ഡ് എൻഡ് ആണ്. ഫിക്സ്ഡ് എൻഡില് മൊമെന്റ് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ യാതൊരു എഫക്റ്റും ആ ഒരു സപ്പോർട്ടിൽ ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് നമ്മൾ അത് കൺസിഡർ ചെയ്യേണ്ട, നമുക്ക് ഒഴിവാക്കാം. ഓക്കെ, അതേപോലെ ഇവിടെ വരുന്ന സമയത്ത്
ജോയിന്റിൽ സ്വേ ഉണ്ട്, അതുകൊണ്ട് 30 കിലോ ന്യൂട്ടൺ എന്ന് പറയുന്ന ലോഡ് കൺസിഡർ ചെയ്യണം. 45 ക്ലോക്ക് വൈസിലുള്ള മൊമെന്റ് കൺസിഡർ ചെയ്യണം. അതുപോലെ 90 കിലോ ന്യൂട്ടൺ മീറ്ററിന്റെ മൊമെന്റും ഇവിടെ കൺസിഡർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ആകെ 30 കിലോ ന്യൂട്ടൺ ഹൊറിസോണ്ടൽ ലോഡ് ഉണ്ടാവും. ഓക്കെ, അതുപോലെ 45 കിലോ ന്യൂട്ടൺ മീറ്റർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഉണ്ടാവും. 90 കിലോ ന്യൂട്ടൺ മീറ്റർ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇതാണ് അനാലിസിസ് സ്ട്രക്ചർ വരുന്നത്. അപ്പോൾ അതിന്റെ ലോഡ് മെട്രിക്സ് എന്ന് പറയുന്നത് ഈ അനാലിസിസ് സ്ട്രക്ചറിൽ വരുന്ന ലോഡ് എഴുതിയാൽ മതി അല്ലേ. ഇപ്പം ഇവിടെ ഞാൻ ആദ്യം 30 എഴുതുവാണ്. ഏത് ഓർഡറിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ 30 45 ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് പ്ലസ്സിൽ എഴുതി, ആൻഡ് 90 കിലോ ന്യൂട്ടൺ മീറ്റർ ആന്റി ക്ലോക്ക് വൈസിലായതുകൊണ്ട് മൈനസിൽ എഴുതി. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ലോഡ് മെട്രിക്സ് വന്നു. ലോഡ് മെട്രിക്സ് കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എലമെന്റ് സ്റ്റിഫ്നെസ് മെട്രിക്സ് ആണ്. അപ്പോൾ നമുക്കറിയാം കെ ഇ എന്ന് പറയുന്നത് EI/L 4224 ആണ്. ഓക്കെ, അപ്പോൾ ഇതില് ഓരോ എലമെന്റിനും കറസ്പോണ്ടിങ് ആയിട്ട് ലെങ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ EI കോമൺ പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് എലമെന്റിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 6 മീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ വരുന്ന ടേമിന്റെ അകത്തുനിന്ന്, ഓക്കെ, അതായത് 4224ന്റെ അകത്തുനിന്ന് EI/L എന്ന് പറയുമ്പോൾ 6 ആകുമ്പോൾ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4/6 എന്ന് പറയുന്ന ടേം വരും. 2/6 ആൻഡ് 4/6 അതുപോലെ തന്നെ വെച്ചാൽ മതി. ഇതുപോലെ പോയിന്റ് ആക്കണം നിർബന്ധമില്ല. ആ രീതിയിൽ നമുക്ക് ഓരോ എലമെന്റിന്റെയും കിട്ടും. രണ്ടാമത്തെ എലമെന്റിനും 6 തന്നെയാണ് സ്പാൻ, മൂന്നാമത്തെ എലമെന്റും 6 തന്നെയാണ്. അപ്പൊ നമുക്ക് ഈ രീതിയിൽ കിട്ടും KE1, KE2, KE3. ഇനി അത് കമ്പൈൻ ചെയ്തിട്ട് എലമെന്റ് സ്റ്റിഫ്നെസ് മെട്രിക്സ് ഓഫ് ദ സ്ട്രക്ചർ ആക്കുക. ഡയഗണലി ഓരോ എലമെന്റും എഴുതി വരും, ഓരോ എലമെന്റിന്റെയും സ്റ്റിഫ്നെസ് മെട്രിക്സ് എഴുതുക. അപ്പൊ KS വിൽ ബി എലമെന്റ് സ്റ്റിഫ്നെസ് മെട്രിക്സ് ഓഫ് ദ സ്ട്രക്ചർ വിൽ ബി EI into 0.667, 0.333, 0.333, 0.667. ഇത് തന്നെ ഡയഗണലി ബാക്കിയുള്ള രണ്ട് എലമെന്റ്സിനും കൂടെ വരും. അപ്പോൾ 6/6ന്റെ മെട്രിക്സ് ആയിരിക്കും നമുക്ക് KS വരുന്നത്. ഓക്കെ, 6/6ന്റെ മെട്രിക്സ് ആയിരിക്കും KS വാല്യൂ വരുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് ഡിസ്പ്ലേസ്മെന്റ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് കണ്ടുപിടിക്കുന്നതാണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അവിടെ വരുന്ന ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് അല്ലെ യൂണിറ്റ് റൊട്ടേഷൻ നമ്മൾ കൺസിഡർ ചെയ്യും. യൂണിറ്റ് റൊട്ടേഷൻ ആ കോർഡിനേറ്റിൽ കൺസിഡർ ചെയ്തിട്ട് ഇന്റേണൽ കോർഡിനേറ്റിൽ ഡെവലപ്പ് ചെയ്യുന്ന ഡിസ്പ്ലേസ്മെന്റ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യും അല്ലെ. അതായത് എക്സ്റ്റേണൽ കോർഡിനേറ്റ്, അതായത് ലോഡ് ആക്ട് ചെയ്യുന്ന കോർഡിനേറ്റ്സ്, അതായത് കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി വരുന്ന കോർഡിനേറ്റ്സ്. ഓക്കെ, അത് നമുക്കറിയാം. ദാറ്റ് ഈസ് ഹൊറിസോണ്ടൽ കോർഡിനേറ്റ് ഉണ്ട് B എന്ന് പറയുന്ന ജോയിനിൽ, അതുപോലെ മൊമെന്റിന്റെ കോർഡിനേറ്റ് ഉണ്ട് R2 ആൻഡ് R3. ഇതിന് അലോങ് ആയിട്ട് നമ്മൾ യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ് കൊടുത്തിട്ട് ഇന്റേണൽ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് 1, 2, 3, 4, 5, 6 എല്ലാം മൊമെന്റിന്റെ കോർഡിനേറ്റ്സ് ആണ്. ഇന്റേണൽ കോർഡിനേറ്റ്സിൽ ഡെവലപ്പ് ചെയ്യുന്ന ഡിസ്പ്ലേസ്മെന്റ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, അതായത് എക്സ്റ്റേണൽ കോർഡിനേറ്റിന് അലോങ് ആയിട്ട്, എക്സ്റ്റേണൽ കോർഡിനേറ്റ് എന്ന് പറയുന്ന ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആക്ട് ചെയ്യുന്ന കോർഡിനേറ്റ് അല്ലെങ്കിൽ ലോഡ് മെട്രിക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോർഡിനേറ്റ്. ഓക്കെ, ഇത് ഹൊറിസോണ്ടൽ ബിയിലുള്ള ഹൊറിസോണ്ടലിന് അലോങ് ആയിട്ടുള്ള ലോഡാണ്. ഓക്കെ, അതുപോലെ ഇത് റൊട്ടേഷൻ അലോങ് ആയിട്ടുള്ള മൊമെന്റ് ആണ്. അതുപോലെ C എന്ന് പറയുന്ന പോയിന്റിൽ റൊട്ടേഷൻ അലോങ് ആയിട്ടുള്ള മൊമെന്റ് ആണ്. ഓക്കെ, അപ്പോൾ അതേ കോർഡിനേറ്റ്സിന് അലോങ് ആയിട്ട് യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ യൂണിറ്റ് റൊട്ടേഷൻ കൊടുത്തിട്ട് ഇന്റേണൽ കോർഡിനേറ്റ്സിൽ ഡെവലപ്പ് ചെയ്യുന്ന ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ റൊട്ടേഷൻ കണ്ടുപിടിക്കുന്നതാണ് നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മുടെ ഫസ്റ്റ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ഫോഴ്സിന്റെ കോർഡിനേറ്റ് ആണ്. അപ്പം ഹൊറിസോണ്ടൽ ഫോഴ്സിന്റെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് R1. ഓക്കെ, R1ന് അലോങ് ആയിട്ട്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് R1ന് അലോങ് ആയിട്ട് യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ് കൺസിഡർ ചെയ്യാം. R1ന് അലോങ് ആയിട്ട്, R1 എന്ന് പറയുന്നത് എങ്ങനെയുള്ളതാ, ഇപ്പം നമ്മൾ ഈ ഫ്രെയിം വരച്ചു കഴിഞ്ഞാൽ R1 ഇതാണ്, R2 ആൻഡ് R3. ഫസ്റ്റ് ചെയ്യേണ്ടത് ഡിസ്പ്ലേസ്മെന്റ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ചെയ്യേണ്ടത്, അതായത് ഡിസ്പ്ലേസ്മെന്റ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സിന്റെ ഫസ്റ്റ് കോളം കിട്ടാൻ വേണ്ടിയിട്ട്, ഓക്കെ, ടു ഫൈൻഡ് ഔട്ട് the first column of
displacement transformation matrix apply unit displacement along the coordinate r1 and find out displacements along internal coordinates. Internal coordinates നമ്മൾ നമ്പർ ചെയ്തിട്ടുണ്ട്. Element number 1, 2 and 3. ഇതാണ് internal coordinate. Coordinate number 1, coordinate number 2, coordinate number 3, coordinate number 4, 5 and 6. Okay, ഇതിപ്പോ internal coordinates ആണ്. ഓക്കെ, ഇതിന് അലോങ് ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ R1 അലോങ് ആയിട്ട് യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ് കൊടുക്കുക എന്ന് പറയുന്നത് R1 എന്ന് പറയുന്ന ഹൊറിസോണ്ടൽ കോർഡിനേറ്റ് ആണ്. അപ്പൊ അതിന് അലോങ് ആയിട്ട് യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ പൊസിഷൻ ചേഞ്ച് ആവും അല്ലെ. ബി എന്നത് ബി ഡാഷിലേക്ക് വരും, സി എന്നത് സി ഡാഷിലേക്ക് വരും. ഓക്കെ, അതായത് ഫസ്റ്റ് കോർഡിനേറ്റിന് അലോങ് ആയിട്ട് യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ് കൊടുത്താൽ, അപ്പം ഈ കോർഡിനേറ്റ് യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ് കൊടുത്താൽ ഡെൽറ്റയാണ് വരിക, ഹൊറിസോണ്ടൽ ട്രാൻസ്ലേഷൻ ആണല്ലോ. അപ്പൊ ഡെൽറ്റ വാല്യൂ ഈക്വൽ ടു 1. ഇവിടെയും അത് തന്നെയാണ്, ഡെൽറ്റ വാല്യൂ ഈക്വൽ ടു 1. ഇവിടെ നമുക്കറിയാം ലെങ്ത് നമുക്കറിയാം 6 ആണ്. ഇവിടെയുള്ള ഡിസ്റ്റൻസ് ഒക്കെ 6 തന്നെയാണ്. ഓക്കെ, അപ്പം ഈ രീതിയിലാണ് ഡിസ്പ്ലേസ്മെന്റ് വരുന്നത്, ഡെൽറ്റ ഇസ് ഈക്വൽ ടു 1. ഓക്കെ, ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇന്റേണൽ കോർഡിനേറ്റ്സിൽ. ഓക്കെ, ഇന്റേണൽ കോർഡിനേറ്റ് എന്ന് പറയുമ്പോൾ 1, 2, 3, 4, 5, 6 എല്ലാം മൊമെന്റിന്റെ കോർഡിനേറ്റ് ആണ്. ഓക്കെ, മൊമെന്റിന്റെ കോർഡിനേറ്റ് ആണ്. അപ്പം ഈ കോർഡിനേറ്റ്സിലെല്ലാം ഇന്റേണൽ കോർഡിനേറ്റിൽ വരുന്ന റൊട്ടേഷൻ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇന്റേണൽ കോർഡിനേറ്റിൽ ഡെവലപ്പ് ചെയ്യുന്ന റൊട്ടേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് റൊട്ടേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നോക്കിക്കഴിഞ്ഞാൽ റൊട്ടേഷൻ ഏതൊക്കെയായിരിക്കും? ഇവിടെ ഈ എൻഡില് ഒരു തീറ്റ വാല്യൂ ആയിരിക്കും, ഇവിടെയുള്ളതും തീറ്റ വാല്യൂ ആയിരിക്കും. റൊട്ടേഷൻ എന്ന് പറയുന്നത് തീറ്റയാണ്. അപ്പം ഇവിടെയുള്ള വേർട്ടിക്കലിന് എത്രമാത്രം ചേഞ്ച് ആയിട്ടാണ് ഉള്ളത്. ഓക്കെ, അതാണ് നമ്മൾ തീറ്റ എടുക്കുന്നത്. നോർമൽ തീറ്റയുടെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ ഒരു പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ലോപ്പാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ ആ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ടാൻജന്റ് വരയ്ക്കുക ചെയ്യും. ഇപ്പൊ ഇതൊരു ബീം ആണെങ്കിൽ, ഈ ഒരു സ്ഥലത്ത് സ്ലോപ്പ് ആണെങ്കിൽ, ഓക്കെ, ഇപ്പൊ ഇത് ഡിഫ്ലക്ട് ആയിട്ടുള്ളത് ഈ രീതിയിലാണെങ്കിൽ ഇതിന് അലോങ് ആയിട്ട് നമ്മൾ ഒരു ടാൻജന്റ് വരയ്ക്കും. ഓക്കെ, ആ ടാൻജന്റും ഇവിടെ ഹൊറിസോണ്ടലും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ ആയിരിക്കും തീറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുക. അതേപോലെ ഇവിടെയും അത് ഡിഫ്ലക്ട് ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ എത്രമാത്രം, ഇതിപ്പോ വെർട്ടിക്കലി ആണല്ലോ ഇത് മൂവ് ചെയ്ത്, വെർട്ടിക്കൽ ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ടാണല്ലോ ഇത് സൈഡ് വേസ് മൂവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എത്രമാത്രം മൂവ് ചെയ്തിട്ടുണ്ട്, അതിന്റെ റൊട്ടേഷന്റെ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതായത് ഇവിടെ കാണുന്ന തീറ്റ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതേപോലെ ഈ എൻഡിലും തീറ്റ വാല്യൂ ഉണ്ട്, ഇവിടെയും തീറ്റ വാല്യൂ ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കണം, ഇത് എപ്പോഴും ഇത് 4 തീറ്റ ആയിരിക്കണം എന്നില്ല. ഇവിടെയും 6 മീറ്റർ തന്നെയാണ് ലെങ്ത്. ഇവിടെ 6 മീറ്റർ ആയതുകൊണ്ട് നമുക്ക് ഇത് തീറ്റ തന്നെ എടുക്കാം, കാരണം ഇപ്പുറത്തും അത് തീറ്റ തന്നെയാണ്. ഓക്കെ, 6 മീറ്റർ ആയതുകൊണ്ട് രണ്ടിടത്തും തീറ്റ തന്നെയായിരിക്കും. ഇനിയിപ്പോ ഇൻ കേസ് ഇവിടെയുള്ള ലെങ്ത് ചിലപ്പം 3 മീറ്ററേ ഉള്ളൂ എന്ന് വിചാരിച്ചോളൂ. അതായത് ഡി എന്ന് പറയുന്ന പോയിന്റ് ഇവിടുന്ന് 3 മീറ്റർ ആണെങ്കിൽ അത് മാറും. നമുക്ക് ഇതുപോലെ തീറ്റ എന്ന് പറഞ്ഞ് എടുക്കാൻ പറ്റില്ല.
അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ ഇത് θ1 ആയിട്ടും ഇത് θ2 ആയിട്ടുമാണ് എടുക്കുക. പറഞ്ഞ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് ഇപ്പൊ സെയിം ലെങ്ത് ആയതുകൊണ്ടാണ് ഞാനിവിടെ തീറ്റ എന്ന് പറഞ്ഞ് എടുത്തിരിക്കുന്നത്. ഇവിടെ ലെങ്ത്തിൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ, ഇത് എ ബിയും സി ഡിയും ലെങ്ത്തിൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ നമുക്കിത് രണ്ടും തീറ്റ എന്നുള്ള രീതിയിൽ എടുക്കാൻ പറ്റില്ല. ഒന്ന് θ1 ഒന്ന് θ2 എന്നുള്ള രീതിയിലേ നമുക്ക് എടുക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ തീറ്റ വാല്യൂ കണ്ടുപിടിക്കാന്ന്. അപ്പൊ ഞാൻ തീറ്റ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ജസ്റ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാന്ന് ഞാൻ ഫസ്റ്റ് പറയാണ്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് ഇതുപോലെ തന്നെ എല്ലാത്തിലും ചെയ്യണമെന്നില്ല. ഡയറക്റ്റ് നിങ്ങൾക്ക് ആ വാല്യൂ നമുക്ക് അപ്ലൈ ചെയ്തിട്ട് എഴുതി ഇങ്ങ് പോന്നാൽ മതി. ശരിക്കും ഇതുപോലെ ചെയ്യാൻ നിൽക്കണ്ട, ഡയറക്റ്റ് എഴുതി നമുക്ക് വരാൻ പറ്റും. ഓക്കെ, അപ്പൊ അതിന് മുമ്പായിട്ട് ഇത് എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് ഞാൻ പറയാം. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനൊരു ട്രയാങ്കിൾ ആക്കിയിട്ട് എടുക്കാം. ഇതിപ്പോ ട്രയാങ്കിൾ എ ബി ബി ഡാഷ് ആണ്. ഈ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, ഇത് തീറ്റയാണ്. ഈ വാല്യൂ എന്ന് പറയുന്നത് 6 മീറ്റർ ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ തീറ്റ വാല്യൂ എന്തായിരിക്കും? തീറ്റ എടുത്തു കഴിഞ്ഞാൽ ഈ തീറ്റയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓപ്പോസിറ്റ് സൈഡ് ആണ് ബി ബി ഡാഷ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് 1. ഓക്കെ, ഓപ്പോസിറ്റ് സൈഡ് ഇത് അഡ്ജസന്റ് സൈഡും ആണ് ആ ആംഗിളിന്റെ. ഓക്കെ, അപ്പൊ ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാം. ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് 1 ആണ് ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് സൈഡ് 6 ആണ്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു 1/6 എന്ന് എഴുതാം. ഇവിടെ ശരിക്കും ആക്ച്വലി ഒരു ഫ്രെയിമിലൊക്കെ വരുന്ന ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള വാല്യൂ ആണ്. അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0 തന്നെയാണ്. വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള വാല്യൂ ആണ് ഒരു ഒറിജിനലി ഒരു ഫ്രെയിമിൽ വരുന്നത്. ഓക്കെ, ആ തീറ്റ വാല്യൂ ഇസ് വെരി വെരി മൈന്യൂട്ട്. അതുകൊണ്ട് തന്നെ വിച്ച് വിൽ ബി ഓൾമോസ്റ്റ് ഈക്വൽ ടു 0 അല്ലെങ്കിൽ പോയിന്റ് സംതിങ് ഒക്കെ വളരെ ചെറിയ വാല്യൂവേ ഉണ്ടാവുള്ളൂ തീറ്റ വാല്യൂ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പൊ ടാൻ 0 എന്ന് പറയുന്നത് എന്താണ്? ടാൻ 0 എന്ന് പറയുന്നത് 0 ആണ്. അപ്പം ടാൻ ചെറിയൊരു വാല്യൂ എന്ന് പറയുമ്പോൾ ദാറ്റ് വിൽ ബി ഈക്വൽ ടു ആ തീറ്റ തന്നെയായിരിക്കും. ഓക്കെ, അതായത് ടാൻ തീറ്റ വിൽ ബി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു തീറ്റ ഇറ്റ് സെൽഫ്. കാരണം തീറ്റ വാല്യൂ വളരെ മൈന്യൂട്ട് ആയതുകൊണ്ട് നമുക്ക് തീറ്റ എന്നുള്ള രീതിയിൽ തന്നെ എടുക്കാം. അങ്ങനെയാകുമ്പോൾ തീറ്റ ഈസ് ഈക്വൽ ടു 1/6. ഓക്കെ, അപ്പൊ തീറ്റ വാല്യൂ എന്ന് പറയുന്നത് 1/6 ആയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ ഇപ്പം ഇത് എ ബി ബി ഡാഷ് ആണെങ്കിൽ ഇത് തീറ്റയാണെങ്കിൽ നമ്മൾ യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ് ആണ് നമ്മൾ അസ്യൂം ചെയ്യുക. ഇത് ലെങ്ത് ആണെങ്കിൽ ഇത് L ആണെങ്കിൽ ഓക്കെ, നമുക്ക് ഇങ്ങനെ എഴുതാം. തീറ്റ ഈസ് ഈക്വൽ ടു 1/L എന്ന് പറഞ്ഞ് എഴുതാം. ഓക്കെ, 1/L. അപ്പൊ ഇതില് വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഇതിന്റെ ഡയറക്ഷൻ ഒന്ന് നോക്കണം. ഓക്കെ, നമ്മൾ ഡയറക്ഷൻ കൺസിഡർ ചെയ്യുക. ഇൻക്ലൈൻഡ് ആയിട്ടുള്ള പോർഷൻ വെർട്ടിക്കലിലേക്കാണ് നമ്മൾ മെഷർ ചെയ്യുക. അപ്പൊ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള പോർഷൻ എന്ന് പറയുന്നത് ഇതാണ് ഇൻക്ലൈൻഡ് ആയിട്ടുള്ള. അപ്പൊ അതിന്ന് വെർട്ടിക്കലിലേക്ക് നമ്മൾ മെഷർ ചെയ്യുമ്പോൾ ഓക്കെ ഈ രീതിയിലാണ്. അതായത് ഇവിടുന്ന് ടുവേർഡ്സ് ലെഫ്റ്റാ വരുന്നത്. അപ്പൊ അതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. ഓക്കെ, അതേപോലെ ഇത് ഇൻക്ലൈൻഡ് പോർഷൻ ആണ്. ഇവിടെ ബി എന്ന് പറയുന്ന ബി ഡാഷ് എന്ന് പറയുന്ന പോയിന്റിൽ അപ്പൊ ഇൻക്ലൈൻഡ് നിന്ന് വെർട്ടിക്കലിലേക്ക് വരയ്ക്കുമ്പോൾ ഇതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. അപ്പൊ തീറ്റ രണ്ടും ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. ഇവിടെയും അതേപോലെ തന്നെ ഇൻക്ലൈൻഡ് നിന്ന് വെർട്ടിക്കലിലേക്ക് ദാറ്റ് വിൽ ബി ആന്റി ക്ലോക്ക് വൈസ്. ഇൻക്ലൈൻഡ് നിന്ന് വെർട്ടിക്കലിലേക്ക് ആന്റി ക്ലോക്ക് വൈസ്. അപ്പൊ തീറ്റ ഒക്കെ ആന്റി ക്ലോക്ക് വൈസ് ആണ്. അപ്പൊ നമുക്ക് ഈ രീതിയിൽ പറയാം, തീറ്റന്റെ ഡയറക്ഷൻ ആന്റി ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് ദാറ്റ് വിൽ ബി ഈക്വൽ ടു -1/6. ഓക്കെ, അല്ലെങ്കിൽ തീറ്റ ഈസ് ഈക്വൽ ടു -1/L എന്ന് പറയാം. അപ്പൊ എപ്പോഴും ഡയറക്റ്റ് നിങ്ങൾക്ക് എഴുതാൻ പറ്റും തീറ്റ വാല്യൂ വിൽ ബി -1/L. അതായത് ഇവിടെ എത്രയാണോ ലെങ്ത് വരുന്നത് ഓക്കെ, ആ ലെങ്ത് 1 ഡിവൈഡഡ് ബൈ ആ ലെങ്ത് മൈനസിലായിരിക്കും. ഓക്കെ, തീറ്റ വാല്യൂ വിൽ ബി -1/L. അപ്പൊ നമുക്ക് എഴുതാം, നമ്മുടെ ഫസ്റ്റ് കോളം നമുക്ക് എഴുതാം. അപ്പം എക്സ്റ്റേണൽ കോർഡിനേറ്റിന് അലോങ് ആയിട്ട് നമ്മൾ യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ് അവിടെ കൊടുത്തിട്ടില്ല. ഡെൽറ്റ ഈസ് ഈക്വൽ ടു 1. ഇപ്പൊ ഡെൽറ്റ ഈസ് ഈക്വൽ ടു 1 കൊടുത്തപ്പോൾ ഇന്റേണൽ കോർഡിനേറ്റ് അതായത് മൊമെന്റിന്റെ കോർഡിനേറ്റ്സ് ആണ് 1 2 3 4 5 6 ഉണ്ട്. അപ്പൊ ഇന്റേണൽ കോർഡിനേറ്റിന് അലോങ് ആയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള റൊട്ടേഷൻ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നോക്കുക, ഫസ്റ്റ് കോർഡിനേറ്റിന് അലോങ് ആയിട്ട് ഫസ്റ്റ് കോർഡിനേറ്റ് ഇതാണ്. അവിടെയുള്ള റൊട്ടേഷൻ എന്ന് പറയുന്നത് തീറ്റയാണ്. തീറ്റ വാല്യൂ ഇസ് -1/6. -1/6 എന്ന് എഴുതി.
അടുത്തത് രണ്ടാമത്തെ കോർഡിനേറ്റ് ഇന്റേണൽ കോർഡിനേറ്റ് എന്ന് പറയുന്നത് BA പോർഷനിലാണ്. അവിടെയും തീറ്റ തന്നെയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു -1/L, ദാറ്റ് ഈസ് -1/6. ഇനി അടുത്ത BC പോർഷനിൽ നോക്കുക. തേർഡ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കും വരിക അല്ലെ. തേർഡ് കോർഡിനേറ്റ് ഇതാണ്, ഫോർത്ത് കോർഡിനേറ്റ് ഇതാണ്. അപ്പൊ തേർഡ് കോർഡിനേറ്റിലും ഫോർത്ത് കോർഡിനേറ്റിനും അലോങ് ആയിട്ട് വല്ല റൊട്ടേഷനും വന്നിട്ടുണ്ടോ? ഇത് സൈഡ് വേസ് ആ ചേഞ്ച് ആയിട്ടുള്ളത്, അല്ലാതെ ഇതിൽ വേറെ റൊട്ടേഷൻ ഒന്നും BC പോർഷനിൽ വേറെ റൊട്ടേഷൻ ഒന്നും വന്നിട്ടില്ല. അപ്പൊ സെക്കൻഡ് കോർഡിനേറ്റിലും തേർഡ് കോർഡിനേറ്റിലും ഫോർത്ത് കോർഡിനേറ്റിലും റൊട്ടേഷൻ ഇല്ല. ദാറ്റ് ഈസ് 0. എക്സ്റ്റേണൽ കോർഡിനേറ്റ് ഇന്റേണൽ കോർഡിനേറ്റിന് അലോങ് ആയിട്ട് റൊട്ടേഷൻ ഒന്നും വന്നിട്ടില്ല. അടുത്തത് ഫിഫ്ത്ത് കോർഡിനേറ്റ് ഇവിടെയാണ്. ഫിഫ്ത്ത് കോർഡിനേറ്റ് ആൻഡ് സിക്സ്ത് കോർഡിനേറ്റ്. അപ്പൊ ഫിഫ്ത്ത് കോർഡിനേറ്റ് സിക്സ്ത് കോർഡിനേറ്റ് നോക്കുമ്പോൾ ഇവിടെയുള്ള റൊട്ടേഷൻ വാല്യൂ എന്ന് പറയുന്നത് -1/6 തന്നെയാണ്. ഓക്കെ, അപ്പൊ -1/6 ആൻഡ് -1/6. അപ്പൊ ഇതായിരിക്കും നമ്മളെ ഡിസ്പ്ലേസ്മെന്റ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സിലെ ഫസ്റ്റ് കോളം. ഡിസ്പ്ലേസ്മെന്റ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സിലെ ഫസ്റ്റ് കോളം നമുക്ക് ഇവിടെ കിട്ടി. ഇനി സെക്കൻഡ് കോളം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സെക്കൻഡ് കോർഡിനേറ്റിന് അലോങ് ആയിട്ട്, നമ്മുടെ സെക്കൻഡ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് R2 അലോങ് ആയിട്ടുള്ള കോർഡിനേറ്റ് ആണ്. അപ്പൊ അതിന് അലോങ് ആയിട്ട് യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ് കൊടുക്കുക അല്ലെങ്കിൽ യൂണിറ്റ് റൊട്ടേഷൻ കൊടുക്കുക. ഓക്കെ, അപ്പൊ സെക്കൻഡ് കോർഡിനേറ്റ് റൊട്ടേഷന്റെ കോർഡിനേറ്റ് ആണ് ബിയിലുള്ള. അപ്പൊ ഇതിന് അലോങ് ആയിട്ട് BC പോർഷനിൽ ഇത് ക്ലോക്ക് വൈസ് വന്ന് ടച്ച് ചെയ്യുമ്പോൾ ഇത് താഴോട്ടേക്ക് താഴുക ചെയ്യുക. ഡിസ്പ്ലേസ്മെന്റ് ഈ രീതിയിലായിരിക്കും. തീറ്റ ഈസ് ഈക്വൽ ടു 1 യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ്. അതേപോലെ ക്ലോക്ക് വൈസിൽ വന്നിട്ട് ഇപ്പുറത്ത് ടച്ച് ചെയ്യുമ്പോൾ ഇത് ഇപ്പുറത്തേക്ക് ആയിരിക്കും മൂവ് ചെയ്യുക. ഓക്കെ, ഇവിടെയും തീറ്റ ഈസ് ഈക്വൽ ടു 1. അതായത് ക്ലോക്ക് വൈസിൽ ഇങ്ങനെ വന്ന് ഇവിടെ ടച്ച് ചെയ്യുമ്പോൾ ഈ പോർഷൻ BA എന്ന് പറയുന്ന പോർഷൻ ടുവേർഡ്സ് ലെഫ്റ്റ് ആയിരിക്കും മൂവ് ചെയ്യുക. BC പോർഷൻ ടുവേർഡ്സ് ഡൗൺവേർഡ് ആയിരിക്കും ക്ലോക്ക് വൈസ് ഡയറക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ വരുന്നത്. ഓക്കെ, അപ്പൊ യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ സെക്കൻഡ് കോർഡിനേറ്റിന് അലോങ് ആയിട്ട് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഇന്റേണൽ കോർഡിനേറ്റിലെ ഡിസ്പ്ലേസ്മെന്റ് നോക്കിക്കേ. ഇവിടെ ഫസ്റ്റ് കോർഡിനേറ്റിന് അലോങ് ആയിട്ട് ഡിസ്പ്ലേസ്മെന്റ് ഇല്ല, 0. സെക്കൻഡ് കോർഡിനേറ്റിന് അലോങ് ആയിട്ട് 1. തേർഡ് കോർഡിനേറ്റിന് അലോങ് ആയിട്ട് 1. ഫോർത്ത് ഇന്റേണൽ കോർഡിനേറ്റിന് അലോങ് ആയിട്ട് ഡിസ്പ്ലേസ്മെന്റ് ഇല്ല, 0. ഫിഫ്ത്ത് ഇന്റേണൽ കോർഡിനേറ്റ് ഇതാണ്, അവിടെയും ഡിസ്പ്ലേസ്മെന്റ് ഇല്ല, 0. ആൻഡ് സിക്സ്ത് ഇന്റേണൽ കോർഡിനേറ്റിന് അലോങ് ആയിട്ടും ഡിസ്പ്ലേസ്മെന്റ് ഇല്ല അല്ലെങ്കിൽ റൊട്ടേഷൻ ഇല്ല, 0. അപ്പൊ നമ്മുടെ സെക്കൻഡ് കോളം എന്ന് പറയുന്നത് 0 1 1 0 0 0 ആയിരിക്കും. അടുത്ത നമ്മളെ തേർഡ് കോർഡിനേറ്റിന് അലോങ് ആയിട്ട് യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ് കൊടുക്കുക. അപ്പൊ തേർഡ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് C എന്ന് പറയുന്ന ജോയിന്റിലാണ് വരുന്നത്. അപ്പം ABC. ഓക്കെ, അപ്പൊ സിക്ക് അലോങ് ആയിട്ട് യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ്, സിയിലുള്ള കോർഡിനേറ്റിന് അലോങ് ആയിട്ട് യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ് കൊടുത്താൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഈ CD പോർഷനിൽ വന്ന് ടച്ച് ചെയ്യുമ്പോൾ ഇത് ടുവേർഡ്സ് ലെഫ്റ്റ് മൂവ് ചെയ്യും. അതുപോലെ ഇവിടെ വന്നത് മുകളിൽ ടച്ച് ചെയ്യുമ്പോൾ മുകളിലേക്ക് ലിഫ്റ്റ് ആവും. ദാറ്റ് ഈസ് തീറ്റ ഈസ് ഈക്വൽ ടു 1, തീറ്റ ഈക്വൽ ടു 1. അപ്പൊ നമ്മൾ തേർഡ് കോളം എഴുതുമ്പോൾ ഫസ്റ്റ് ഇന്റേണൽ കോർഡിനേറ്റ് ഇവിടെയാണ്, അവിടെ യാതൊരുവിധ ഡിസ്പ്ലേസ്മെന്റ് വന്നിട്ടില്ല. സിയിൽ നമ്മൾ യൂണിറ്റ് റൊട്ടേഷൻ എടുക്കുമ്പോൾ അടുത്ത സെക്കൻഡ് ഇന്റേണൽ കോർഡിനേറ്റിൽ യാതൊരു എഫക്റ്റും ഇല്ല, 0. തേർഡ് ഇന്റേണൽ കോർഡിനേറ്റിൽ യാതൊരു എഫക്റ്റും ഇല്ല. ഫോർത്ത് കോർഡിനേറ്റിൽ റൊട്ടേഷൻ ഉണ്ട്, 1. ഫിഫ്ത്ത് കോർഡിനേറ്റിൽ റൊട്ടേഷൻ ഉണ്ട്, 1. ആൻഡ് സിക്സ്ത് കോർഡിനേറ്റിൽ യാതൊരു റൊട്ടേഷനും ഇല്ല, 0. അപ്പൊ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് കിട്ടി. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് ആൽഫ വിൽ ബി, നമ്മുടെ ഫസ്റ്റ് കോളം എന്ന് പറയുന്നത് -1/6 0 0 -1/6 -1/6. അടുത്തത് 0 1 1 0 0 0 0 1 1 0 0 0. തേർഡ് കോളം എന്ന് പറയുന്നത് 0 0 0 1 1 0. ഇതായിരിക്കും നമ്മുടെ ആൽഫ മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ആൽഫ മെട്രിക്സ് ഫസ്റ്റ് നമ്മൾ ഡെൽറ്റ ഈസ് ഈക്വൽ ടു 1, അതായത് ഫസ്റ്റ് കോർഡിനേറ്റിന് അലോങ് ആയിട്ട് യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ് എടുത്തപ്പോൾ നമുക്ക് ഇതുപോലെ തീറ്റ. ഓക്കെ, ഇവിടെ ലെങ്ത് സെയിം ആയതുകൊണ്ട് θ1 θ2 എന്ന് എഴുതണമെന്നില്ല, എല്ലാം തീറ്റ തന്നെയായിരിക്കും. ഓക്കെ, നമ്മൾ ട്രയാങ്കിളിന്റെ കൺസെപ്റ്റ് പ്രകാരം തീറ്റ വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ -1/L എന്നായിരിക്കും കിട്ടുക. ഓക്കെ, തീറ്റ ഈസ് മെഷേർഡ് ഫ്രം ദ മെമ്പർ, ഇൻക്ലൈൻഡ് മെമ്പർ നമ്മൾ മെഷർ ചെയ്യുക. അപ്പൊ നമുക്ക് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയിരിക്കും. അപ്പൊ -1/L ആയിരിക്കും ഇവിടെ വരുന്ന ഇതുപോലെ സ്വേ വരുമ്പോൾ ഉള്ള റൊട്ടേഷന്റെ വാല്യൂ. ഓക്കെ, അപ്പം ഇവിടെ ഫസ്റ്റ് ഇന്റേണൽ കോർഡിനേറ്റ് സെക്കൻഡ് ഇന്റേണൽ കോർഡിനേറ്റിൽ റൊട്ടേഷൻ ഉണ്ട്, തേർഡിലും ഫോർത്തിലും ഇല്ല, 0 0. ലാസ്റ്റിൽ -1/6 -1/6. രണ്ടാമത്തെ കോളം 0 1 1 0 0 0. മൂന്നാമത്തത് 0 0 0 1 1 0. നമ്മൾ ആൽഫ മെട്രിക്സ്
minus 1 by 6 minus 1 by 6 0 0 minus 1 by 6 minus 1 by 6 0 1 1 0 0 0 0 0 0 1 1 0 എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടും. സ്റ്റെപ്പ് നമ്പർ 6 എന്ന് പറയുന്നത് സ്ട്രക്ചർ സ്റ്റിഫ്നെസ് മെട്രിക്സ് ആണ്. K is equal to alpha transpose Ks into alpha. ആൽഫ ട്രാൻസ്പോസ് നമുക്ക് വരുന്നത് ഈ രീതിയിലാണ്. minus 1 by 6 minus 1 by 6 0 0 minus 1 by 6 minus 1 by 6 നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നല്ലോ. അടുത്തത് KS നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ആൽഫ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചതാണ്. അതിന്റെ ട്രാൻസ്പോസ് ആണല്ലോ നമ്മൾ ഫസ്റ്റ് എഴുതിയത്. ഇതിന് മൾട്ടിപ്ലൈ ചെയ്യാം. ഇതിൽ വരുന്നത് minus 1 by 6 into 0.667. ഓക്കെ, minus 1 by 6 into 0.33. അപ്പൊ അത് ചെയ്താൽ കിട്ടുന്ന ആൻസർ ആണ് minus 0.167 എന്ന് പറഞ്ഞ് കിട്ടുന്നത്. ഓക്കെ, അടുത്തത് കാരണം ബാക്കിയുള്ള ടേം ഒക്കെ 0 ആണ്, അതുകൊണ്ട് ഇതിനൊന്നും ഇതൊക്കെ ചെയ്താലും ഇൻറ്റു 0 ആവുന്നതുകൊണ്ട് അതിന് വാല്യൂ ഒന്നും വരുന്നില്ല. അടുത്തത് രണ്ടാമത്തെ ടേം minus 1 by 6 into 0.333 minus 1 by 6 into 0.667 അതും minus 0.167 എന്നുള്ളതാണ്. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഈ ടേം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ റോ ഇൻറ്റു ഈ കോളോയും അതുപോലെ ഈ റോ ഇൻറ്റു ഈ കോളവും ചെയ്യുമ്പോൾ 0 ആണ് വരുന്നത്. കാരണം ഇവിടെ വാല്യൂ ഉള്ളത് ഇപ്പുറത്ത് 0 ആണ്. ഓക്കെ, അതായത് ഇവിടെ ഫസ്റ്റ് റോയിലുള്ള ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും വാല്യൂ ഉണ്ട്, എന്നാൽ ഇവിടെയുള്ള കോളത്തിലെ ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും 0 ആണ്. അപ്പോൾ എല്ലായിടത്തും നോക്കിക്കഴിഞ്ഞാൽ 0 തന്നെയാണ് വരുന്നത്. ഈ രണ്ട് ടേമും 0 ആയിരിക്കും. അടുത്തത് അതുപോലെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ minus 1 by 6 into 0 minus 1 by 6 into 0 ലാസ്റ്റ് രണ്ട് ടേം ഉണ്ടാവും അല്ലെ, minus 1 by 6 into 0.667 minus 1 by 6 into 0.333. അപ്പൊ ഇത് തന്നെയാണ് വരുന്നത് minus 0.167. ഓക്കെ, അടുത്ത റോ ചെയ്യുമ്പോൾ 0 into 0.667 plus 1 into 0.333. അപ്പോൾ അത് 0.333 മാത്രമേ ഉള്ളൂ. അങ്ങനെ ഓരോ റോയും ചെയ്യുക, റോ ഇൻറ്റു കോളം മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ ഇത് സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാം, കാരണം അധികം ടേമും 0യും 1ഉം ഒക്കെയാണ്. ഓക്കെ, അപ്പൊ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ സിമിലർ ടേംസും ആയതുകൊണ്ട് നമുക്ക് റിപ്പീറ്റ് എഴുതാനും പ്രയാസമില്ല, പെട്ടെന്ന് തന്നെ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇൻറ്റു ആൽഫ വാല്യൂയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് കെ മെട്രിക്സ് വിൽ ബി EI ഇൻറ്റു 0.111 minus 0.167 minus 0.167 minus 0.167 1.334 0.333 minus 0.167 0.333 1.334 ഈ രീതിയിലായിരിക്കും നമുക്ക് ആൻസർ വരുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് സിസ്റ്റം ഡിസ്പ്ലേസ്മെന്റ് മെട്രിക്സ് അല്ലെങ്കിൽ സ്ട്രക്ചർ ഡിസ്പ്ലേസ്മെന്റ് മെട്രിക്സ്. ഡെൽറ്റ കണ്ടുപിടിക്കുന്ന സ്റ്റെപ്പാണ്. K ഇൻവേഴ്സ് P ആണ് ഇക്വേഷൻ. അപ്പൊ നമുക്ക് K അറിയാലോ, EI ഇൻറ്റു ഈ ഒരു ടേം ആണ്. അപ്പൊ നമുക്ക് K ഇൻവേഴ്സ് കിട്ടാൻ വേണ്ടി 1 by EI ഇൻറ്റു എന്നായിരിക്കും നമ്മുടെ K ഇൻവേഴ്സ് P ന്റെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ആൻസറിൽ വരുന്നത്. കാരണം EI K ന്റെ കൂടെ ഉള്ളതാ, ഇൻവേഴ്സ് എടുക്കുമ്പോൾ 1 by EI ആവും. ഓക്കെ, ഇനി K അടിക്കാം, കാൽക്കുലേറ്ററിൽ അടിക്കാം. ഓക്കെ, എന്നിട്ട് അതിന്റെ ഇൻവേഴ്സ് ഇൻറ്റു P മെട്രിക്സും നമുക്ക് അടിക്കാം, നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. K ഇൻവേഴ്സ് P ഡയറക്റ്റ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാൽക്കുലേറ്ററിൽ ഡയറക്റ്റ് ആൻസർ കിട്ടും. ആൻസർ ഈസ് 1 by EI ഇൻറ്റു 328.65 86.76 minus 47.97. അപ്പൊ ആ രീതിയിലാണ് നമ്മുടെ ആൻസർ വരുന്നത്. Okay, last step, M is equal to Ks into alpha into delta plus fixed end moment. Ks മെട്രിക്സ് നമുക്കറിയാം, അത് എഴുതി. ആൽഫ മെട്രിക്സ് അറിയാം. ഇൻറ്റു ഡെൽറ്റ എന്ന് പറയുമ്പോൾ 1 by EI ഇൻറ്റു 328.65 86.76 minus 47.97. അതുപോലെ KS എന്ന് പറയുമ്പോൾ EI ഇൻറ്റു എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. അപ്പൊ ഇവിടെ EI ഇൻറ്റു ഇവിടെ 1 by EI. അപ്പം EI ആൻഡ് 1 by EI നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത്
610 മൊമെന്റുമായിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ ആൻസർ വരുന്നത് ഈ രീതിയിലായിരിക്കും. 70-70.99, അതായത് -71 എന്നുള്ള രീതിയിൽ ഫസ്റ്റ് ആൻസർ വരും. അതായത് MAB. ഓക്കെ, MAB is -71 ആൻഡ് MBA 47.98. ഓക്കെ, MBC എന്ന് പറയുന്നതും ഏകദേശം 48 അല്ലെങ്കിൽ 47 ആ റേഞ്ചിൽ തന്നെ കിട്ടും. ഓക്കെ, -48.10. ഓക്കെ, ഏകദേശം ഒരേപോലെ തന്നെ വാല്യൂ കിട്ടും. നെക്സ്റ്റ് 86.89 MCB എന്ന് പറയുന്നത്. MCD 86.89 തന്നെയാണ്, മൈനസിലാണ് കിട്ടുന്നത്. ലാസ്റ്റ് വാല്യൂ MDC -70.85 അല്ലെങ്കിൽ -71 എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടും. ഓക്കെ, നമ്മൾ എടുക്കുന്ന പോയിന്റിനനുസരിച്ച് മാറും. ഇപ്പം എനിക്ക് പറയാനുള്ളത്, നമ്മൾ നോർമലി ഇപ്പം 4/6 എന്നൊക്കെ ആണെങ്കിൽ അതുപോലെ തന്നെ ഫുൾ ആയിട്ട് തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത്. നമുക്ക് കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ട് വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ പോയിന്റ് ആക്കിയിട്ട് ചുരുക്കുമ്പോൾ ഫൈനൽ ആൻസറിൽ ചെറിയ വ്യത്യാസം വരും. കുഴപ്പമില്ല, മാർക്ക് എന്തായാലും ഫുൾ മാർക്ക് തന്നെ കിട്ടും. എന്നിരുന്നാലും കുറച്ചും കൂടി എളുപ്പം അല്ലെങ്കിൽ ആക്യുറസി നമ്മൾ 4/6, 2/6 എന്നൊക്കെ പറഞ്ഞ് എഴുതുന്നതിനായിരിക്കും. ഓക്കെ, അപ്പം ഈ രീതിയിൽ ആൻസർ കിട്ടും. -71, 48, -48, 87, -87 ആൻഡ് -71 എന്നുള്ള രീതിയിൽ വരും. അത് നമുക്ക് BMD വരയ്ക്കാൻ വേണ്ടിയിട്ട് എടുക്കാം. BMD വരയ്ക്കുമ്പോൾ ഫസ്റ്റ് എന്ന് ബിയിലേക്ക് ലെഫ്റ്റ് തമ്പ് വെക്കാം. ലെഫ്റ്റ് തമ്പ് ചൂണ്ടുക. ലെഫ്റ്റ് തമ്പ് ഈ രീതിയിൽ നമുക്ക് ചൂണ്ടാം. ഓക്കെ, അപ്പോൾ അത് മൈനസ് ആണ്. അപ്പൊ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ റൊട്ടേറ്റ് ചെയ്യാം. ആന്റി ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ ഈ രീതിയിലാണ്. ഇത് ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ 71 അല്ലെങ്കിൽ 70 പോയിന്റ് സംതിങ് വരുന്നത് ലെഫ്റ്റ് സൈഡിലേക്കായിരിക്കും. അടുത്തത് MBA, ബിന്ന് എയിലേക്ക് റൈറ്റ് തമ്പ് വെക്കുക. ഓക്കെ, ബിന്ന് എയിലേക്ക് റൈറ്റ് തമ്പ് വെക്കുക. ഓക്കെ, ഇനി ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് പ്ലസിലാണ്. പ്ലസിലാവുമ്പോൾ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ റൊട്ടേറ്റ് ചെയ്യാം. ക്ലോക്ക് വൈസ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അപ്പൊ ഈ തമ്പ് വരുന്നത് ലെഫ്റ്റ് സൈഡിലേക്ക് തന്നെയായിരിക്കും. ഓക്കെ, അപ്പം 48 നമ്മൾ മാർക്ക് ചെയ്യേണ്ടതും അല്ലെങ്കിൽ 47.98 നമ്മൾ മാർക്ക് ചെയ്യേണ്ടതും ടുവേർഡ്സ് ലെഫ്റ്റ് തന്നെയാണ്. ഓക്കെ, അപ്പൊ 70.72, അപ്പൊ അതിനേക്കാളും കുറച്ച് കുറഞ്ഞിട്ടായിരിക്കും 48.2. ഓക്കെ, അപ്പൊ ഞാനിവിടെ ഇതിനെ കണക്ട് ചെയ്തിട്ട് ഡയഗ്രാം വരച്ചു. അതിനുശേഷം അടുത്ത BC പോർഷൻ 48.10. ഓക്കെ, അപ്പൊ അത് നമുക്ക് എടുക്കുന്ന പോയിന്റിനനുസരിച്ചായിരിക്കും. ഏകദേശം ഇത് രണ്ടും സെയിം ആയിട്ട് തന്നെയാണ് കിട്ടുക. അതുപോലെ ഈ രണ്ട് വാല്യൂസും സെയിം ആയിട്ട് തന്നെയാണ് കിട്ടുക. ഓക്കെ, അപ്പൊ 48.1 അല്ലെങ്കിൽ 48.2 എത്രയാണോ കിട്ടുന്നത് അത് കൃത്യമായിട്ട് തന്നെ എടുക്കാം. 48.2. ഓക്കെ, നമ്മൾ 4/6 ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ 48.2 എന്നായിരിക്കും ഇവിടെ കേട്ടോ. അപ്പൊ ആ വാല്യൂ വെച്ചിട്ട് അവിടെ ഡയഗ്രാം വരച്ചിരിക്കുന്നത്. കുഴപ്പമില്ല, ഈ കിട്ടിയ വാല്യൂ വെച്ചിട്ട് വരച്ചാലും മതി. അപ്പൊ BC പോർഷൻ 48.10 മൈനസിലാണ്. അപ്പം ബിന്ന് സിയിലേക്ക് ലെഫ്റ്റ് തമ്പ് വെക്കുക. ഓക്കെ, ബിന്ന് സിയിലേക്ക് ലെഫ്റ്റ് തമ്പ് വെക്കുക. ഓക്കെ, ഇനി മൈനസ് ആണ്. ആന്റി ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യാം. അപ്പൊ മുകളിലേക്കാണ് 48.2 മാർക്ക് ചെയ്യേണ്ടത്. അത് മാർക്ക് ചെയ്തു. അടുത്ത MCB വാല്യൂ ഈസ് 86.89. അപ്പൊ റൈറ്റ് തമ്പ് എന്ത് ചെയ്യാം, സിന്ന് ബിയിലേക്ക് വെക്കാം. റൈറ്റ് തമ്പ് വെച്ചു. അപ്പൊ ഇവിടെ 86.89 എന്ന് പറയുന്ന പ്ലസ് ആണ്. അപ്പൊ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ റൊട്ടേറ്റ് ചെയ്യാം. 86 പോയിന്റ് മുകളിലേക്ക് തന്നെയാണ് മാർക്ക് ചെയ്യേണ്ടത്. 48.2 ഇവിടെ, 86.8 ഇവിടെ. അപ്പൊ അതിലേക്ക് നമ്മൾ ലൈൻ വരച്ചു. ഈ ഒരു പോർഷനും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, അതായത് ഫൈനൽ N മൊമെന്റ് വെച്ചിട്ടുള്ള ഡയഗ്രാം കംപ്ലീറ്റ് ചെയ്തു. അടുത്തത് CD പോർഷൻ. ഇവിടെ -86.8 തന്നെയാണ്, 88. അപ്പം സിന്ന് ഡിയിലേക്ക്, ഓക്കെ, സിന്ന് ഡിയിലേക്ക് ലെഫ്റ്റ് തമ്പ് വെച്ച് വാല്യൂ മൈനസ് ആയതുകൊണ്ട് ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യാം. ആന്റി ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ ഈ രീതിയിലാണ്. അപ്പൊ ടുവേർഡ്സ് റൈറ്റ് ആയിരിക്കും വരുന്നത്. അടുത്ത MDC എന്ന് പറയുന്നത് ഡിന്ന് സിയിലേക്ക് റൈറ്റ് തമ്പ് വെക്കുക. ഓക്കെ, റൈറ്റ് തമ്പ് വെച്ചു. വാല്യൂ മൈനസിലായതുകൊണ്ട് ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യാം ഇങ്ങോട്ടേക്ക്. അപ്പൊ അത് ടുവേർഡ്സ് ലെഫ്റ്റ് ആയിരിക്കും. അപ്പൊ 70.72, അതുപോലെ 86.8. അപ്പൊ അത് കണക്ട് ചെയ്ത് വരച്ചു കഴിഞ്ഞാൽ ഈ രീതിയിലായിരിക്കും. അപ്പൊ നമ്മുടെ BMD യുടെ ബേസ് ലൈൻ കംപ്ലീറ്റ് ആയി. അതായത് N മൊമെന്റ്സ് വെച്ചിട്ടുള്ളത് കംപ്ലീറ്റ് ആയി.
ഇനി സ്പാനിലുള്ള മൊമെന്റ്സ് എടുക്കണം. അപ്പൊ സ്പാനിൽ ലോഡുകൾ ഉണ്ട് അല്ലെ. ഇവിടെ എ ബി പോർഷനിൽ ഒരു പോയിന്റ് ലോഡ് ഉണ്ട് 60 കിലോ ന്യൂട്ടന്റെ. അപ്പൊ 60 കിലോ ന്യൂട്ടൺ കാരണം വരുന്ന മാക്സിമം ലോഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മാക്സിമം മൊമെന്റ് എന്ന് പറയുന്നത് W L/4 ആയിരിക്കും. ഓക്കെ, പോയിന്റ് ലോഡ് കറക്റ്റ് സെൻട്രൽ ആക്ട് ചെയ്യുമ്പോൾ വരുന്ന മാക്സിമം ബെൻഡിങ് മൊമെന്റ് 60 ഇൻറ്റു 6/4 ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന വാല്യൂ വെച്ചിട്ട് നമ്മൾ ഫ്രീ ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂസ് വരയ്ക്കണം. സ്പാനിലുള്ള ലോഡ് കാരണം, അതായത് സ്പാനിലുള്ള ബെൻഡിങ് മൊമെന്റ് വരയ്ക്കണം. ഓക്കെ, ഫ്രീ ബെൻഡിങ് മൊമെന്റ് അല്ലെങ്കിൽ സ്പാൻ ബെൻഡിങ് മൊമെന്റ് എന്നൊക്കെ നമുക്ക് പറയാം. അതുപോലെ ബി സി പോർഷനിൽ യു ഡി എൽ ആണ് 30 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ആണ് യു ഡി എൽ. അപ്പൊ WL²/8 ആയിരിക്കും ബി സി പോർഷനിൽ വരുന്ന മാക്സിമം മൊമെന്റ്. അപ്പൊ അതും കൂടെ നമ്മൾ ഇതിന്റെ അകത്തേക്ക് മാർക്ക് ചെയ്യാനായിട്ടുണ്ട്. ഓക്കെ, അപ്പം WL/4 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 90 കിലോ ന്യൂട്ടൺ മീറ്റർ ആ കിട്ടുക. അപ്പൊ 90 ഇവിടെ വെച്ചു. നമ്മൾ 70നേക്കാളും മുകളിലാണ്. 70നേക്കാളും മുകളിൽ സെന്ററിൽ 90 വരുന്ന രീതിയിൽ ട്രയാങ്കുലർ ഷേപ്പിൽ വരച്ചു, സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വരച്ചു. അടുത്ത ബി സി പോർഷനിൽ യു ഡി എൽ ആണല്ലോ. WL²/8 ചെയ്ത് കഴിഞ്ഞാൽ WL²/8 ചെയ്താൽ 135 ആണ് അവിടെ കിട്ടുന്നത്. അപ്പൊ അത് പാരബോളിക് ആയിട്ട് ആ വേരിയേഷൻ കാണിച്ചു. 86നേക്കാളും മുകളിൽ, ഓക്കെ, കുറച്ചും കൂടി മുകളിലേക്ക് 135 വരുന്ന രീതിയിൽ മാർക്ക് ചെയ്തു. ഓക്കെ, അപ്പൊ നമ്മുടെ ബേസ് ലൈൻ എന്ന് പറയുന്നത് എൻ മൊമെന്റ് വെച്ച് വരയ്ക്കുന്നതാണ്. അപ്പം ബേസ് ലൈനിന്റെ മുകളിലേക്ക് വരുന്നത് പ്ലസ്, താഴോട്ട് വരുന്ന മൈനസ്. അപ്പൊ നമുക്ക് മൈനസ് പ്ലസ് മാർക്ക് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഷെയ്ഡ് ചെയ്യാം. ഓക്കെ, കോമൺ ആയിട്ട് വരുന്ന പോയിന്റ്സ് ഷെയ്ഡ് ചെയ്യുക. അതാണ് നമ്മളെ നെറ്റ് ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂസ്. ഓക്കെ, അല്ലെങ്കിൽ നെറ്റ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരുന്നത്. ഓക്കെ, അതേപോലെ സി ഡി പോർഷനിൽ നമുക്ക് ലോഡുകളൊന്നും വരുന്നില്ല, അതുകൊണ്ട് സ്പാൻ ബെൻഡിങ് മൊമെന്റ് ഉണ്ടാവില്ല. അപ്പൊ ഈ എൻ മൊമെന്റ് വെച്ചിട്ടുള്ള ഡയഗ്രാം മാത്രമേ അതിൽ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പം ഇതാണ് സ്വേ വെച്ചിട്ടുള്ള ഒരു ഫ്രെയിം അനലൈസ് ചെയ്യുന്ന പ്രോബ്ലം.